നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഫാഷനെ മാത്രമല്ല, നമ്മുടെ സ്വന്തം ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഒരു പുതിയ പഠനം പുറത്തുവിട്ട വിവരങ്ങൾ രാജ്യത്തെ ഉപഭോക്താക്കളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണിപ്പോൾ. രാജ്യത്തെ പ്രമുഖ വസ്ത്ര ബ്രാൻഡുകൾ വിപണിയിൽ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവായ നോനിൽഫിനോൾ അമിതമായി കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ഈ രാസവസ്തു ബാധിക്കപ്പെടും. അതുമാത്രമല്ല, ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും പഠനം അടിവരയിട്ട് പറയുന്നുണ്ട്. നോനിൽഫിനോൾ എന്നത് വസ്ത്രനിർമ്മാണ വ്യവസായത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. ഇത് മനുഷ്യരിലെ, അതായത് പ്രത്യേകിച്ച് സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ അനുകരിക്കുന്ന സ്വഭാവമാണുള്ളത്. അതായത് ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ ഇത് താളം തെറ്റിക്കും. ഇത് പ്രജനന പ്രശ്നങ്ങൾ, ഹോർമോൺ സംബന്ധമായ ക്യാൻസർ, മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാമെന്ന് പഠനം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. വസ്ത്രങ്ങളിലൂടെ ഈ രാസവസ്തു മനുഷ്യ ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് പഠന റിപ്പോർട്ടിന് ശേഷം ആരോഗ്യ വിദഗ്ധരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനമായ ടോക്സിസ് ലിങ്ക് ആണ് നോനിൽഫിനോളിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ഈ നിർണായക പഠനം നടത്തിയത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച 40 വസ്ത്ര സാമ്പിളുകളിൽ 15 എണ്ണത്തിലും, അതായത് ഏകദേശം 37.5% നോനിഫിനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വസ്ത്രനിർമ്മാണത്തിൽ ഈ അപകടകരമായ രാസവസ്തുവിന്റെ അനിയന്ത്രിതവും വ്യാപകവുമായ ഉപയോഗം വ്യക്തമാക്കുന്ന കാര്യമാണ്. പരിശോധിച്ച 15 സാമ്പിളുകളിൽ 13 എണ്ണത്തിനും യൂറോപ്യൻ യൂണിയന്റെ അനുവദനീയമായ പരിധിയായ 100 മില്ലിഗ്രാം കവിഞ്ഞ അളവിലാണ് NP കണ്ടെത്തിയത്. ആ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന കാര്യമാണ് എന്നതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മറ്റൊരു കാര്യം, സ്ത്രീകളുടെ ഹോസിയറി ഇന്നർവെയറുകളിലാണ് ഏറ്റവും ഉയർന്ന സാന്ദ്രത രേഖപ്പെടുത്തിയത്. അത് 957 മില്ലിഗ്രാം ആയിരുന്നു. എന്നാൽ അതിലേറെ ഭയാനകമായ ഒരു കണ്ടെത്തൽ കുട്ടികളുടെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലായിരുന്നു. പരിശോധിച്ച കുട്ടികളുടെ വസ്ത്രങ്ങളിൽ 60%-ത്തിലും NP സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് കാര്യം. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ദുർബലരായ കുട്ടികളിൽ ദീർഘകാല ചർമ്മ എക്സ്പോഷർ സാധ്യത കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പഠനത്തിൽ പരിശോധിച്ച ഡിറ്റർജന്റ് സാമ്പിളുകളിൽ NP അളവ് കാണിച്ചില്ല. ഇത് ആഭ്യന്തര ഉൽപ്പന്നങ്ങളിൽ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ടെക്സ്റ്റൈൽ സംസ്കരണത്തിൽ ഉപയോഗിക്കുന്ന വ്യാവസായിക ഗ്രേഡ് ഡിറ്റർജന്റുകൾ ഇപ്പോഴും NP ഡിസ്ചാർജിന്റെ ഒരു പ്രധാന അനിയന്ത്രിതമായ ഉറവിടമായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ NP രാസവസ്തു ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലൂടെ ശരീരത്തിലെത്തുന്ന നോനിഫിനോൾ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയാവുന്ന കാര്യം ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ്. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനത്തെ അനുകരിക്കുന്നതിനാൽ ഇത് ശരീരത്തിലെ സ്വാഭാവിക ഹോർമോൺ സന്തുലനാവസ്ഥയെ താളം തെറ്റിക്കുകയും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. മറ്റൊന്ന്, പ്രജനന പ്രശ്നങ്ങളും ക്യാൻസറുമാണ്. ഈ രാസവസ്തു പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും സ്ത്രീകളിൽ സ്തനാർബുദത്തിനും കാരണമാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇത് പ്രത്യുൽപാദന വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന വെല്ലുവിളി ശിശുക്കളിലെ വളർച്ചാ പ്രശ്നങ്ങൾ സംബന്ധമായ കാര്യമാണ്. ഗർഭിണിയായ സ്ത്രീകളിൽ നോനിൽഫിനോളിന്റെ സാന്നിധ്യം ഗർഭസ്ഥ ശിശുവിന്റെ സാധാരണ വളർച്ചയെ ബാധിക്കുമെന്നും ഗുരുതരമായ വൈകല്യങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഉപഭോക്താക്കൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് കരുതാവുന്ന മുൻകരുതലുകൾ ഒന്ന് നോക്കാം. മറ്റൊന്നുമല്ല, നന്നായി കഴുകി മാത്രം വസ്ത്രം ഉപയോഗിക്കുക. പുതുതായി വാങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് മുൻപ് നന്നായി കഴുകുന്നത് അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊരു കാര്യം, സുരക്ഷിത ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. അന്താരാഷ്ട്ര അംഗീകൃത സർട്ടിഫിക്കേഷനുകൾ ഉള്ള ബ്രാൻഡുകളെ ആശ്രയിക്കുന്നത് രാസവസ്തുക്കളുടെ സാന്നിധ്യം കുറഞ്ഞ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. ഈ സർട്ടിഫിക്കേഷനുകൾ കർശനമായ രാസവസ്തു നിയന്ത്രണങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, വസ്ത്രങ്ങളുടെ ലേബലുകൾ പരിശോധിക്കുക എന്ന കാര്യമാണ്. വസ്ത്രങ്ങളുടെ ലേബലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ
രാസവസ്തുക്കൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രദ്ധയോടെ പരിശോധിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. NP പോലുള്ള അപകടകരമായ രാസവസ്തുക്കളുടെ വസ്ത്രനിർമ്മാണത്തിലെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിലവിൽ കർശനമായ നിയമങ്ങളോ വ്യവസ്ഥകളോ ഇല്ല എന്നത് ആശങ്കാജനകം തന്നെയാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഈ രാസവസ്തുവിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി കർശനമായ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുമുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ഈ മാതൃക പിന്തുടർന്ന് ഇന്ത്യയിലും ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ആവശ്യപ്പെടുന്നുണ്ട്.